വെൽക്കം ബാക്ക് എവ്രി വൺ. അപ്പൊ നമ്മുടെ ഡേ 4 ആണെന്ന്. ഡേ 4 നമ്മൾ പവർ പാക്ഡ് ആയിട്ടുള്ള ലാസ്റ്റ് യോഗ സെഷൻ ആണ്. ഓൺലൈൻ ക്ലാസ് ചെയ്ത് തുടങ്ങിയവർക്ക് ഒരു ബോണസും കൂടി കൂട്ടിയിട്ടാണെങ്കിൽ 11 ക്ലാസ്സും, അല്ലാതെ ആണെങ്കിൽ 10 ക്ലാസ്. നമ്മൾ ഫേസ് യോഗ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഓൺലൈൻ ക്ലാസ് ആർക്കായിരിക്കും കുറച്ചും കൂടി ബെനിഫിറ്റ് ആവുന്നത്. എനിവേസ്, നമ്മൾ തേർഡ് യോഗ ഡേ ചെയ്തിട്ടുള്ളവർക്ക് കുറച്ചും കൂടി ബേസ്മെന്റ് സ്ട്രോങ് ആയിട്ടുണ്ട്. ബേസ്മെന്റ് സ്ട്രോങ് ആയിട്ടുള്ളവരാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ നമുക്ക് ഫുള്ളി ഒരു യോഗ ചെയ്യാൻ പ്രിപ്പയർഡ് ആവും നമ്മൾ. എന്നിട്ട് നമുക്ക് യോഗ ക്ലാസ് അല്ലെങ്കിൽ യോഗ ക്ലാസ്സസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരുപാട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. നമ്മുടെ മൈൻഡിനും ബോഡിക്കും ഒക്കെ ഒരു പുതിയൊരു റിഫ്രഷ്മെന്റ്, അല്ലെങ്കിൽ പുതിയ പുതിയ കുറെ ഐഡിയാസ് ക്രിയേറ്റഡ് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി കൂടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എനർജി സ്ട്രെങ്ത് കൂടാനായാലും നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് കൂടാനായാലും ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് യോഗ യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ തന്നെ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അതിനകത്ത് പറയും, എനിക്ക് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഇതിൽ നിന്നുണ്ടായി എന്ന് നിങ്ങൾ പറയും. കാരണം യോഗ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. അത് ഫോർ ഷുവർ ആണ്, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഡേ 4 കിടക്കാം. എല്ലാവരും റെഡി ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് കാണുന്നവരെല്ലാവരും ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എന്തായാലും മാറ്റ് വാങ്ങിക്കണം. എല്ലാ ക്ലാസ്സിലും ഞാൻ പറഞ്ഞ മാറ്റ് വാങ്ങിക്കണം മക്കളെ. മാറ്റ് വാങ്ങിച്ചാൽ നമുക്ക് കുറച്ചും കൂടി നമ്മൾ ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് വരുത്തണം. അത് എനിക്ക് ഒരു അരമണിക്കൂർ ഡെയിലി നിങ്ങൾ കണ്ടെത്തണം. അരമണിക്കൂർ എല്ലാ ദിവസവും ഞാൻ യോഗ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ കണ്ടെത്താൻ പറ്റും. എന്തായാലും ആ അരമണിക്കൂർ കണ്ടെത്തുക, ചെയ്യാം. അത് കണക്ക് തന്നെ നമ്മുടെ ഈ എന്താ ഈ യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ അയച്ചു കൊടുക്കുക, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. അപ്പൊ എനിക്കൊരു മോട്ടിവേഷൻ ആവും, നിങ്ങൾക്കൊരു പോസിറ്റീവ് ആവും. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബറേഷൻ മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. അപ്പോ ഞാനും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു സെഗ്മെന്റ് തുടങ്ങിയിട്ട് അതിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഓൺലൈൻ ക്ലാസ്സിന് ഒരു ക്ലാസ് തുടങ്ങിയിട്ട് ഇന്നത് വൈൻഡപ്പ് ചെയ്യാണ്. അതിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. പേഴ്സണലി എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. യോഗ കുറച്ചും കൂടി ഇൻഡെപ്ത് മനസ്സിലാക്കാനും പഠിക്കാനും കുറച്ചും കൂടി ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങി. എനിക്ക് ഒരുപാട് ആൾക്കാർക്ക് അതൊരു ഹെൽപ്ഫുൾ ആണ് എന്ന് എനിക്ക് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ. ആ ഒരു സന്തോഷം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ എന്റെ പേഴ്സണലി എനിക്ക് ഒരുപാട് നമുക്കൊരു മടി കാണത്തില്ലേ യോഗ ചെയ്യുമ്പോഴത്തേക്കും, നമുക്ക് തുടങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്നൊക്കെ. പക്ഷെ നിങ്ങൾ ഇത്രയും പേരുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ എന്നെ അന്വേഷിക്കുന്നുണ്ട്, എന്താ ഇന്നിടാഞ്ഞ്, എന്ത് പറ്റി, പനിയാണോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അതൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പൊ പേഴ്സണലി എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. ഇതെന്റെ എന്താ പറയാ സ്റ്റാർട്ടിങ് ആണ്. യോഗ ക്ലാസ്സസ് എടുത്ത് തുടങ്ങുന്നതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്, ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ എല്ലാവരും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, സത്യം പറഞ്ഞാൽ നിങ്ങളായിരിക്കും എന്റെ ബേസ്മെന്റ് എന്ന് പറയുന്നത്, എന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, എന്റെ ഫൗണ്ടേഷൻ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ഒരു 120 പേരുണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും ഓൺലൈൻ ആയിട്ടും. ഓക്കെ. അപ്പം എന്നെ കോൺസ്റ്റന്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നതായാലും, അപ്പൊ അവർക്കെല്ലാം പേഴ്സണലി ഒരുപാട് ഒരുപാട് താങ്ക്സ്. അപ്പൊ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യും. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫീൽ ഉണ്ട് ഇങ്ങനെ ഈ ചാനലിൽ വന്നിരുന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി സംസാരിക്കുമ്പോഴായിരുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇത് ബെനിഫിറ്റ് ആവണം. നിങ്ങളെ ബെനിഫിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പേഴ്സണലി നിങ്ങൾ അറിയിക്കണം. ഓക്കെ. ഐ വിൽ ഓൾവേസ് ദെയർ ബി ഇൻ ടച്ച്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 4th ഡേ ആണ്. അപ്പൊ ഇവിടെ തൊട്ടായിരിക്കും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ അടുത്തോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് സ്കിപ്പ് അടിച്ചിട്ട് വേണം ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ചൈൽഡ് പോസിൽ തുടങ്ങാം. ചൈൽഡ് പോസ് അറിയാമല്ലോ? ചൈൽഡ് പോസ് തുടങ്ങാം. ഓക്കെ. അപ്പൊ മാറ്റിൽ വരാം. എല്ലാവർക്കും മാറ്റിൽ വന്നിട്ട് പതുക്കെ ചൈൽഡ് പോസിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തേ. ചൈൽഡ് പോസ് ഇരിക്കാൻ പോവാണ്. ചൈൽഡ് പോസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് മാറ്റിൽ വന്ന് ഒന്ന് നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത്, നിങ്ങൾ പെട്ടെന്ന് വന്ന് കിതച്ച് വന്ന് ഉടനെ ചൈൽഡ് പോസിലോട്ട് പോവാതെ കാമായിട്ട് ക്വയറ്റായിട്ട് ഇരുന്ന് ലുക്ക് സ്ട്രെയിറ്റ് ലുക്ക് വിട്ട് സാവധാനം നമ്മുടെ വജ്രാസനയിൽ ഇരുന്ന്, വജ്രാസനയിൽ ഇരിക്കുന്ന കണ്ടോ? വജ്രാസനയിൽ ഇരുന്ന് കണ്ടോ? കാല് വെച്ച് വജ്രാസനയിൽ ഇരുന്ന് സാവധാനം കണ്ണോട്ട് പോയി 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 നെറ്റി നമ്മളെ മാറ്റിൽ മുട്ടിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷൻ കുറച്ചും കൂടി ഒന്ന് കാല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇരിക്കാം. നെറ്റി താഴെ തട്ടട്ടെ. ആ പോസ് എൻജോയ് ചെയ്യുക. നമ്മുടെ പോസ് എൻജോയ് ചെയ്യുക. നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ ശ്രദ്ധിക്കുക. നിങ്ങൾ നെറ്റി തറയിൽ മുട്ടിയിരിക്കുകയാണ്, അത് ശ്രദ്ധിക്കുക. ഫുൾ ബോഡി ഒരു നല്ല സ്ട്രെച്ച് കിട്ടിയിട്ടുള്ളത് ശ്രദ്ധിക്കുക.
നിങ്ങൾ ആ പൊസിഷനിൽ കംഫോർട്ടബിൾ ആണോ? എവിടെയെങ്കിലും ഒക്കെ പിടുത്തം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അയച്ച് വിട്ട് റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം ബ്രീത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. Listen to your breath. സാവധാനം നെറ്റി പതുക്കെ ഒന്ന് റോൾ ചെയ്യുക. നെറ്റിക്ക് ഒരു മസാജ് കിട്ടുന്ന രീതിയിൽ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഒന്ന് മസാജ് കൊടുക്കുക. മാറ്റിൽ തന്നെ തല വെച്ചിട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നെറ്റിക്ക് ഒരു മസാജ് കൊടുക്കുക. സാവധാനം റെസ്റ്റിലോട്ട് വന്നിട്ട് പതുക്കെ കൈ ബാക്കോട്ട് വലിച്ച് 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 കണ്ണ് തുറന്ന് ഉയർന്നു 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 നട്ടല് നിവർത്തിയിരിക്കും. ഫോക്കസ് ഓൺ യുവർ ബ്രെത്ത്. ബ്രെത്ത് ശ്രദ്ധിക്കുക. ബ്രെത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. സാവധാനം നമ്മൾ 4 ലെഗ്ഡ് പൊസിഷൻ വരികയാണ്. നമ്മൾ കൈ കുത്തി മുട്ട് കുത്തി നമ്മളെ ഫൗണ്ടേഷൻ, നമ്മള് 3ാമത്തെ ക്ലാസ്സിൽ സ്ട്രോങ് ആക്കിയ ഫൗണ്ടേഷനിലോട്ട് വരിക. നമ്മൾ പൊസിഷൻ ശ്രദ്ധിക്കുക. നമ്മൾ നിൽക്കുന്നത് ഒടിഞ്ഞോ നിൽക്കാതെ നല്ല നിവർന്ന്, നമ്മൾ അന്ന് പഠിച്ചതൊക്കെ ഒരു സ്ട്രിങ് വെച്ച് നമ്മളെ കെട്ടി നിവർത്തി നിൽക്കുന്നിടത്ത് ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് കാലിന്റെ പത്തി തറയിൽ മുട്ടിച്ച് വെച്ച് കൈ സ്ട്രോങ് ആയിട്ട് ഫേം ആയിട്ട് നിൽക്കുക. പൊസിഷൻ ശ്രദ്ധിക്കുക. നിങ്ങൾ നിൽക്കുന്ന രീതി ശ്രദ്ധിക്കുക. ഇനി സാവധാനം നിങ്ങൾ സൈഡിൽ പോസ്റ്റിലോട്ട് വന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വന്ന് ബാക്കിലൂടെ സൈഡിൽ പോസ്റ്റിലോട്ട് പോകാം. കണ്ടോ? അതേ കണക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്തേ. ഫുൾ ബോഡി സ്ട്രെച്ച് വരട്ടെ. സാവധാനം ബാക്കിലോട്ട് കറങ്ങി സ്ട്രെച്ച് ചെയ്ത് ബാക്കിലോട്ട്. 4ാമത്തെ തൊട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കറങ്ങി ബാക്കിലോട്ട്. 5ാമത്തെ തൊട്ട് ഫുൾ ബോഡി ഫ്രണ്ടിലോട്ട് വന്നിട്ട് വേണമെങ്കിൽ ഒന്ന് വിന്യാസം ഫ്രണ്ടിലോട്ടൊക്കെ ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങി ബാക്കിലോട്ട്. സർക്കിൾ തിരിച്ച് അതേപോലെ ഫ്രണ്ടിലൂടെ വന്ന് ഓപ്പോസിറ്റ് സൈഡിലൂടെ ബാക്ക്. ബ്രീത്ത് നോർമൽ ആണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് നമ്മൾ ബ്രീത്ത് നോർമൽ ആക്കി വയ്ക്കുക. ഫോണിലുണ്ടാകുന്ന ചേഞ്ച് ശ്രദ്ധിക്കുക. 3 ലാസ്റ്റ് ടൈം. നല്ലോട്ടൊരു വിന്യാസയിലോട്ട് വരിക. മുകളിലോട്ട് നോക്കുക. ഓക്കെ, നമ്മുടെ 4 ലെഗ്ഡ് പൊസിഷനിൽ വരിക. ക്ലിയർ? നമ്മൾക്ക് ബോഡിയിൽ സംഭവിച്ച മാറ്റങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ കാൽപത്തി സ്ട്രോങ് ആയിട്ട് ബേസ്മെന്റിൽ വെക്കുക. കൈപ്പത്തി സ്ട്രോങ് ആയിട്ട് ബേസിൽ വെക്കുക. എന്നിട്ട് നമ്മുടെ മുട്ട് പൊക്കാൻ പോവാണ്. മുട്ട് മാറ്റിന്ന് സാവധാനം പൊക്കാൻ പോവാണ്. മനസ്സിലായല്ലോ? എന്നെ ജസ്റ്റ് വാച്ച് ചെയ്യുക. സ്ട്രോങ് ആയിട്ട് ഇൻഹെയിൽ എക്സെയിൽ, ഇൻഹെയിൽ എക്സെയിൽ, ഇൻഹെയിൽ എക്സെയിൽ. നമ്മൾ പതുക്കെ ഇൻഹെയിലിനകത്ത് ഇൻഹെയിലിൽ മുട്ട് വെക്കാൻ പോകണം. ഇൻഹെയിൽ എക്സെയിൽ. കണ്ടോ? നമ്മളെ മുട്ട് മാറ്റിന്ന് പൊങ്ങി നമ്മളെ കാലിലും കയ്യിലുമായിട്ടാണ് ബോഡി നിൽക്കുന്നത്. ഹോൾഡ് 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 ഹോൾഡ്. സാവധാനം റിലീസ്. എങ്ങനെയുണ്ട്? നമ്മളെ കൈയൊക്കെ പതുക്കെ പതുക്കെ സ്ട്രെങ്തൻ ആയിട്ട് വരും കേട്ടോ. സ്ട്രെയിറ്റ് ചെയ്തിട്ട് നമ്മളെ ലെഫ്റ്റ് ഹാൻഡ് മുന്നോട്ട് നീട്ടുക. മുന്നോട്ട് നീട്ടി കൈ എവിടെയോ ആർക്കും ഷേക്കറ്റ് കൊടുക്കാൻ പോകുന്നത് മുന്നോട്ട് നീട്ടുക. നീട്ടി പിടിക്കുക.
ഓക്കെ, അതിന്റെ കൂടെ റൈറ്റ് ലെഗ് ബാക്കിലോട്ട് നീട്ടി പിടിക്കുക. കണ്ടോ? ബേസ്മെന്റ് സ്ട്രോങ് ആവട്ടെ. വീഴാൻ പോവാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് തിരിച്ചു വരണം. ഓക്കെ, പതുക്കെ റിലീസ്. അതല്ല തന്നെ റൈറ്റ് സൈഡ്, റൈറ്റ് ഹാൻഡ് നീട്ടി ഒരു അക്ഷേക്കിന് കൊടുക്കുന്നതൊക്കെ നീട്ടി പിടിക്കുക. അതേപോലെ തന്നെ ലെഫ്റ്റ് ലെഗ് നീട്ടി പിടിക്കുക. റിലീസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനിടയ്ക്ക് അതൊക്കെ ബ്രേക്ക് എടുക്കാം. മദ്രാസനിലേക്ക് വന്ന് ബ്രേക്ക് എടുത്ത് എല്ലാം നോർമലാക്കി പിന്നെയും ചെയ്യും കേട്ടോ. ഇത്രയും ഒറ്റ സ്ട്രെച്ചും ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല. ഓക്കെ, നമ്മൾ 4 ലെഗിലാണ്. വീണ്ടും ബ്രേക്ക് കഴിഞ്ഞെത്തി. നമ്മൾ റൈറ്റ് ഹാൻഡ് നീട്ടി, ലെഫ്റ്റ് ലെഗ് നീട്ടി. ഇൻഹെയിൽ, എക്സെയിൽ. കണ്ടോ? ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ. ജോയിൻ ചെയ്ത് ഒട്ടി 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 റിലീസ്. അടുത്ത ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ലെഗും. ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ. Hold, 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 hold. Release. ജസ്റ്റ് ബാക്കിലോട്ട് വീഴുന്ന കൊടുക്കുക. കൈ ലാക്കി വെക്കുക. ബ്രീത്ത് ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുക. ജസ്റ്റ് കൈ ഫിസ്റ്റ് റൊട്ടേറ്റ് കൊടുക്കുക. ഇടയിൽ മസാജ് ചെയ്യുക. വീണ്ടും നമ്മള് 4 ലെഗ് പോസ്റ്റിൽ വന്നിട്ട് കാലിലെ വിരലുകൊണ്ട് കാലിവിടെ ഉറപ്പിച്ചിട്ട് പതുക്കെ പൊങ്ങും. തേർഡ് ക്ലാസ്സിനകത്ത് നമ്മൾ ചെയ്യുന്നതാണ്. അതിന്റെ എല്ലാ ഓർമ്മകളും അന്ന് ചെയ്ത എല്ലാ സ്ട്രെങ്തും എടുത്തിട്ട് നിങ്ങളെ കാല് സ്ഥലത്ത് ആദ്യമേ താഴെ തട്ടണമെന്നില്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് എവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റും ഇങ്ങനെ നിൽക്കുക. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ആ പൊസിഷൻ നിൽക്കുക. പതുക്കെ 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 നിങ്ങൾ പോലും അറിയാതെ ഒരു ദിവസം നിങ്ങളെ കാലിന്റെ തറയിൽ തട്ടും. വെയിറ്റ് ചെയ്യുക. നിങ്ങളെ പൊസിഷൻ ശ്രദ്ധിക്കുക. ജസ്റ്റ് റൈറ്റ് ലെഗ് ഒന്ന് മടക്കി തിരിച്ചിരട്ടെ. ലെഫ്റ്റ് ലെഗിന്റെ മുട്ടൊന്ന് മടക്കി തിരിച്ചിരട്ടെ. റൈറ്റ് ലെഗ് മടക്കുക. ലെഫ്റ്റ് ലെഗ് മടക്കുക. ഓക്കെ, രണ്ടു വട്ടം കൂടി. ഒരു വട്ടം. ഇനി പതുക്കെ നിങ്ങളെ ബാക്കിലെ കാലുകള് പതുക്കെ നടന്ന് നടന്ന് കൈ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നടന്ന് ഫ്രണ്ടിൽ എത്തട്ടെ. ഓക്കെ, മുട്ട് മടക്കി കൊടുക്കാം. പറ്റുന്നത്ര നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആ രീതിയിൽ മുട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ആ കൈ കൊണ്ട് ഒരു സൈഡിലോട്ട് പതുക്കെ നടന്ന് കാണിച്ചു ഇങ്ങോട്ട്. നമ്മൾ ആ കൈ റൈറ്റിലോട്ട് പതുക്കെ നടന്ന് 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 പോട്ടെ. അത് നടന്ന് തന്നെ ലെഫ്റ്റിലോട്ട് നടന്ന് 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 പോട്ടെ. കണ്ടോ? അപ്പൊ നമ്മളെ ബോഡിക്ക് ട്വിസ്റ്റ് കിട്ടും. കണ്ടോ? എന്നിട്ട് പതുക്കെ ഒന്ന് തല നിർത്തി നോക്കണേ. കൈ രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിക്കുക. വീണ്ടും അതേ കണക്ക്. നമ്മൾ കൈ കെട്ടിരിക്കത്തില്ല, അത് കൈ കെട്ടി റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ട്വിസ്റ്റ്. റൈറ്റിലോട്ടും
ലെഫ്റ്റിലോട്ട്. വീണ്ടും കൈ തറയിൽ വെച്ചിട്ട് ജസ്റ്റ് നല്ലപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഒരു തുള്ളി വിയർപ്പ് തറയിൽ വീണു. നമ്മൾ തറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് സാവധാനം നമ്മൾ എഴുന്നേക്കാൻ പോവാ. പതുക്കെ 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 നിവർന്ന് ജസ്റ്റ് കൈ ഒന്ന് പതുക്കെ 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 ഉയർന്ന് നിവർന്ന് നിൽക്കാൻ പോവാണ്. പതുക്കെ 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 ബ്ലഡ് ഫ്ലോ റിവേഴ്സ് ചെയ്യാണ്. പതുക്കെ 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 സ്ട്രെയിറ്റ് ആയിട്ട് enjoy that position. നമ്മളൊരു കുന്നിന്റെ മുകളിൽ നിൽക്കുന്നത് ഇമാജിൻ ചെയ്യുക. ഒരു കുന്നിന്റെ മുകളിൽ നിൽക്കുന്നത് ഇമാജിൻ ചെയ്യുക. ചെസ്റ്റ് വിരിച്ച് പവർഫുൾ ആയിട്ട് നിൽക്കുക. നമ്മുടെ ബോഡിയിലെ വിയർപ്പ് കണങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ബോഡിയിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ബോഡിയിലേക്ക് അവയർനെസ് കൊണ്ടുവരിക. അവയർനെസ് കൊണ്ടുവരിക. ജസ്റ്റ് കാലിലെ വിരലുകൾ നനക്കി കൊടുക്കുക. കാൽമുട്ട്, കൈ, കൊടഭാഗം, വയറ്, കഴുത്ത്, നെഞ്ച്, എല്ലാ ഭാഗവും ശ്രദ്ധിച്ച് തലവരെ ശ്രദ്ധിക്കുക. ബ്രീത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. സ്ലോലി ഇൻഹേൽ, എക്സേൽ. ഈ സാവധാനം നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് ഒന്ന് ആടിക്കൊടുക്കുക. പതുക്കെ ആടിക്കൊടുക്കുക. കണ്ണ് തുറന്നു വെച്ചിട്ടോ കണ്ണ് അടച്ചു വെച്ചിട്ടോ ഇത് ചെയ്യും. ജസ്റ്റ് നാടി കൊടുക്കുക. ആടുന്നതിന്റെ സ്പീഡ് കൂടട്ടെ. പതുക്കെ കൈ അയച്ച് വിടുക. കണ്ണടച്ചോ കണ്ണ് തുറന്നോ ഇത് ചെയ്യാം. നമ്മളെ കൈ വന്ന് നമ്മൾ ദേഹത്ത് തട്ടുന്നുണ്ട്. നമ്മുടെ കാലിലും വയറിലും തൊടയിലും ബട്ടക്സ് റീജിയനിലും കൈ തട്ടുന്നുണ്ട്. നമ്മളൊരു പമ്പരം കണക്ക് കാണുക. ഒരു പമ്പരം കണക്ക് കൈ വീശി നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് നാട്ടില്ല നല്ലോണം സ്ട്രെച്ച് ചെയ്ത് എൻജോയ് ചെയ്ത് ഐ എം സോ ഹാപ്പി. താങ്ക് യു. എനിക്ക് യൂണിവേഴ്സിൽ എനിക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഐ എം സോ ഹാപ്പി. യോഗ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ഫാമിലി ഉണ്ട്. നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാലോചിക്കുക. ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. സ്ലോലി പമ്പരത്തിന്റെ സ്പീഡ് കുറഞ്ഞു വരട്ടെ. സ്പീഡ് കുറഞ്ഞ് സ്പീഡ് കുറഞ്ഞ് പതുക്കെ പാറ്റിങ് നമ്മൾ തന്നെ ഒന്ന് അഭിനന്ദിക്കുന്നത് തട്ടുന്നത് കുറഞ്ഞ് പതുക്കെ സ്റ്റോപ്പ് ആവട്ടെ. പിടിച്ച് നിർത്തുന്നവർ നിൽക്കരുത്. ആടി സ്റ്റോപ്പ് ആവും. ഇനി സ്ലോലി ഇൻഹെയിൽ, എക്സെയിൽ. ഇൻഹെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഹെയിൽ ആണ്. കൈ രണ്ട് സൈഡിലൂടെ ഇൻഹെയിൽ ചെയ്യണം. കൈ മുകളിൽ നിങ്ങൾ കാണുന്നില്ല. എക്സെയിൽ എന്ന് പറയുമ്പോൾ താഴോട്ട് നമസ്കാര മുദ്ര കൊണ്ടുവരണം. ചെയ്യാം. ഇൻഹെയിൽ, മുട്ടുമടക്കി, എക്സെയിൽ. ഒരു ഇൻഹെയിൽ, എക്സെയിൽ.
Inhale, exhale. But inhale, exhale. Last time inhale, exhale പറയുമ്പോൾ നമ്മൾ പതുക്കെ താഴോട്ട് മൊത്തത്തിൽ ബെൻഡ് ചെയ്ത് നമ്മൾ നേരെ നിന്ന പൊസിഷനിലോട്ട് എത്തുന്നു. കണ്ടോ? എന്നിട്ട് നമ്മളെ കാല് പതുക്കെ ബാക്കിലോട്ട് കൊടുക്കുന്നു. ലോറിലേക്ക് പൊസിഷനിൽ ഇരുന്നു. പതുക്കെ കാല് താഴെ വെച്ചിരിക്കുന്നു. ചൈൽഡ് പോസിലോട്ട് വരട്ടെ. എല്ലാരും ചൈൽഡ് പോസിലോട്ട് വരിക. ചൈൽഡ് പോസിലേക്ക് വരിക. റെസ്റ്റ് ചെയ്യുക. നമ്മളെ ബോഡിയിൽ ഉണ്ടായ ചേഞ്ചസ് ശ്രദ്ധിക്കുക. നമ്മളെ ബോഡിയിൽ കിട്ടിയ സ്ട്രെച്ചസ് ശ്രദ്ധിക്കുക. നമ്മളെ ബോഡിയിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളെ ബ്രീത്ത് ശ്രദ്ധിക്കുക. സാവധാനം നെറ്റിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഒരു അവയർനെസ് ഉണ്ടാക്കുക. അതൊക്കെ ഉയർന്ന് പെയിന്റ് നമ്മുടെ ഗ്രൗണ്ടിൽ പെയിന്റ് ചെയ്ത് നമുക്ക് പെയിന്റ് ചെയ്ത് നിവർന്നിരിക്കുക. സുഹാസനയിലേക്ക് വരിക. കണ്ണുകൾ അടച്ചിരിക്കുക. തല മുതൽ കാല് വരെ കിട്ടിയ എക്സസൈസസ് സ്ട്രെച്ചസ് ശ്രദ്ധിക്കുക. സാവധാനം ശവാസനയിലേക്ക് പോവാം. കാലുകൾ അടുപ്പിച്ച് കാലുകൾ നീട്ടി വെക്കുക. എന്നിട്ട് കിടക്കുക. ശവാസനയിലേക്ക് കിടക്കാം. തല മുതൽ കാല് വരെ തളർന്നു വരുന്ന കണക്ക് ഇമാജിൻ ചെയ്യുക. നമ്മുടെ ഫോർഹെഡില് മെഴുകുതിരി നാളം ജ്വലിക്കുന്നത് ഇമാജിൻ ചെയ്യണം. കൈകൾ മലർത്തി വെക്കുക. കാലുകൾ തമ്മിൽ അടങ്ങാൻ വേണം. മെഴുകുതിരി തിരുനാളം കത്തുന്നത് ഇമാജിൻ ചെയ്യാം. സോറി. നമ്മുടെ നെറ്റിരുവത്തിന് നടുക്ക് മൂന്നാം കണ്ണിലേക്ക് തിരമാലകൾ ഇമാജിൻ ചെയ്യുക. ഐ ആം പവർഫുൾ എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഐ ആം പവർഫുൾ. ഐ ആം ഇനഫ്. ഐ ആം ഹെൽത്തി. ഐ ആം ഹാപ്പി. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2-3 കാര്യങ്ങൾ മനസ്സിലുറപ്പിക്കുക. ഐ ആം സോ ബ്യൂട്ടിഫുൾ. ഐ ലവ് ഡൂയിങ് യോഗ. അങ്ങനെ മനസ്സിലാലോചിക്കുക. നിങ്ങള് ഒരു പുഴയുടെ തീരത്ത് ഒരു വലിയ മരത്തിന്റെ ചോട്ടില് ബുക്ക് വായിച്ചിട്ട് കിടക്കുന്നതാണ് ഇമാജിൻ ചെയ്യുക. ആ മരത്തിൽ നിന്ന് നിറയെ നല്ല റോസ് കളറിലെ മണമുള്ള പൂക്കള് നിങ്ങളെ മുകളില് വീഴുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നല്ല മണമുള്ള പൂക്കള്.
നിങ്ങളെ ചുറ്റും ജാസ്മിൻ ഫ്ലവേഴ്സ്, മുല്ലപ്പൂ വിരിഞ്ഞു നിൽക്കുന്ന നമുക്ക് ഇമാജിൻ ചെയ്യുക. അതിന്റെ മണം ശ്വസിക്കുക. നല്ല ദീർഘശ്വാസം എടുത്തു വിടുക. Slowly inhale, exhale. നിങ്ങളെ തല മുതൽ കാല് വരെ അവെയർ ആവുക. നെറ്റി, പിരുകം, കണ്ണ്, മൂക്ക്, ചുണ്ട്, കവിൾ, ചെവി, താടി, കഴുത്ത്, തോള്, നെഞ്ച്, കൈ, വയറ്, തൊട, കാൽമുട്ട്, കാല്, കാൽപാദം, കാൽവിരലുകൾ. എല്ലാ ബോഡി പാർട്ടും റിലാക്സ് ചെയ്ത് വിടുക. സാവധാനം നമസ്കാര മുദ്ര പിടിക്കുക. കൈ കൂട്ടി തിരുമുക. ആ ചൂട് മുഖത്ത് വെക്കുക. എന്നിട്ട് സാവധാനം വലത് ഭാഗം തിരിഞ്ഞ് പതുക്കെ എഴുന്നേറ്റ് വരിക. സാവധാനം, പെട്ടെന്ന് വെപ്രാളം പിടിക്കരുത്. സമാധാനത്തിൽ എഴുന്നേറ്റ് വരിക. Slowly open your eyes. Okay. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. Have a great day. നമസ്കാരം. ബൈ. എല്ലാവരും യോഗ കണ്ടിന്യൂ ചെയ്യുക. നമുക്ക് അടുത്ത ഒരു സെഷനുമായിട്ട് ഉടനെ തന്നെ കാണാം. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ബേസിക് ഫൗണ്ടേഷൻ യോഗാസ് വൈൻഡപ്പ് ചെയ്യാണ്. 4 ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത് പ്ലസ് ബോണസ് ക്ലാസ്. അപ്പൊ 5 ക്ലാസ് ഉള്ളത്. എവിടെയെങ്കിലും ബ്രേക്ക് ആയി പോവാണ്, അല്ലെങ്കിൽ യോഗ വേണം, യോഗ തിരിച്ച് യോഗയിലോട്ട് വരണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോസ് കാണുക. ഓക്കെ. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. യോഗ കണ്ടിന്യൂ ചെയ്യുക. യോഗ എന്ന് പറയത്തില്ല, നിങ്ങൾ ഏത് എക്സസൈസ് ആയാലും ഫിസിക്കൽ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുക. അസുഖങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. ഓക്കെ. ബൈ. ലൈവ് യോഗ സ്റ്റുഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.